ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് തമിഴില് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡാണിത്. വേറൊന്നുമല്ല, നമ്മുടെ ആര്യൻ അങ്ങനെ വീട്ടില് ഇങ്ങനെ റൂമിൽ ഇരുന്നിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ആ സമയത്ത് മിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാം ഇന്നെന്താ പതിവില്ലാതെ പത്രമൊക്കെ വായിക്കണത്? ഇടി പൊട്ടി, ഇത് പത്രമല്ല, ഇതൊരു മാഗസിൻ ആണ്. ഞാൻ വെറുതെ സമയം കിട്ടാതെ പോവാത്തോണ്ട് വായിച്ചെന്നേ ഉള്ളൂ. അല്ല, നിങ്ങൾ കടയിലേക്ക് പോണെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, എന്നിട്ട് എന്താ കടയിലേക്ക് പോയില്ലേ എന്ന് മിത്ര ചോദിക്കുമ്പോ, ഓ അതൊന്നും പറയണ്ട, സൈക്കിളിലാണല്ലോ പോകാന്ന് വെച്ചത്, വണ്ടി ആനന്ദേട്ടൻ കൊണ്ടുപോയല്ലോ. സൈക്കിള് പോയപ്പോ സൈക്കിള് പണി മുടക്കി പഞ്ചറായി, അതുകൊണ്ട് പോവാൻ സാധിച്ചില്ല. ആ നിന്റെ പിള്ളേരെ പഠിപ്പിക്കലൊക്കെ ഇതുവരെയായി? പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ടോ? അല്ല, പിള്ളേരൊക്കെ എക്സാമിന് ജയിക്കോ അതോ കുറ്റം മുഴുവൻ ഞങ്ങളുടെ വീട്ടുകാർക്കാകോ എന്ന് ചോദിക്കുകയാണ്. ദേ, ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയും തോൽക്കില്ല, നല്ല നല്ല മിടുക്കനും മിടക്കത്തികളാണ്, എല്ലാരും നല്ല രീതിയിൽ എക്സാം എഴുതും എന്ന് പറയണം. അല്ല, നിന്റെ ഈ പഠിപ്പിക്കലൊക്കെ ഇനി 2 ആഴ്ച കൂടിയല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ സ്കൂൾ അടയ്ക്കല്ലേ? അതെ, 2 ആഴ്ചയും കൂടി ഉള്ളൂ, അത് കഴിയുമ്പോൾ സ്കൂൾ അടയ്ക്കുമ്പോ പിന്നെ റെസ്റ്റ് ആണ്. ഓ, അപ്പൊ നിന്റെ കഞ്ഞികുടി മുട്ടോലോ? കഞ്ഞികുടി മുട്ടോന്ന്? അതെ, സാലറി വരില്ലല്ലോ. ഓ അങ്ങനെ. ഓ, 2 മാസത്തേക്ക് എന്നെ നോക്കാൻ ആരിനെ പറ്റില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അല്ല, ആരിനെന്താ കാര്യമായിട്ട് മാഗസിനിൽ നോക്കണത്? അതോ, നീ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാണ്. ഇതൊരു ബൈക്കല്ലേ? ഇത് വെറും ബൈക്കല്ല, എന്റെ ഡ്രീം ബൈക്കാണ്. ഡ്രീം ബൈക്കോ? ഡ്രീം ബൈക്ക് എന്ന് വെച്ചാൽ എന്താ? സ്വപ്നത്തിൽ വരുന്ന ബൈക്കാണോ? എടി മണ്ടി, എനിക്ക് എന്റെ സ്വപ്ന ബൈക്കാണിത്. അത് എപ്പോഴും ആഗ്രഹം തോന്നുന്ന ഒരു സംഭവം. എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹമാണ് ഈ ബൈക്ക് വാങ്ങിക്കണമെന്ന് ഒരു ആഗ്രഹം. എന്നാ വാങ്ങിച്ചൂടെ? ഈ ബൈക്കിന് എത്രയാ വില? ഈ ബൈക്കിന്റെ വിലയാണ് 99,999 രൂപ, അതായത് 1,00,000 കുറവ് എന്ന് പറയാന്ന്. അപ്പോ മിത്ര പറയുന്നുണ്ട്, അത്രയും രൂപയാണ് ഈ ബൈക്കിന്? പിന്നല്ലാതെ ഇപ്പത്തെ ബൈക്കൊക്കെ 1,00,000 മുകളിലാ വില, ഇതിന് 1,00,000 കുറവുണ്ടല്ലോ. അപ്പൊ മിത്ര പറയുന്നുണ്ട്, എങ്കിലേ നിങ്ങൾ റെഡി ആയിക്കോ, ഈ ബൈക്ക് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. ഓ, നീ എങ്ങനെ വാങ്ങിച്ചിരുന്ന പറയണത്? ബാങ്ക് കൊള്ളയടിക്കോ നീ? അതോ നീ ഈ ബൈക്ക് മോഷ്ടിക്കോ? ദേ, നിങ്ങൾ വെറുതെ എന്നെ കളിയാക്കല്ലേ കേട്ടോ. എനിക്ക് ബാങ്ക് കൊള്ളയടിക്കേണ്ട ആവശ്യമില്ല, ബൈക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ നിങ്ങൾക്ക് ഈ ബൈക്ക് വാങ്ങിച്ചു തരും. എടി പെണ്ണെ, നീ ആകെ ട്യൂഷനാണ് എടുക്കണത്, വേറെ വരുമാന മാർഗമൊന്നും നിനക്കില്ലെന്നാണ് എന്റെ ഒരു ഊഹം. അങ്ങനെയാണെങ്കിൽ 2 മാസം കഴിയുമ്പോൾ നിനക്ക് അതും കിട്ടത്തില്ല, കാരണം പിള്ളേര് വെക്കേഷന് പോവല്ലേ. പിന്നെ നിനക്ക് എങ്ങനെ ബൈക്ക് മേടിച്ചിടാൻ പറ്റും? അതൊന്നും നിങ്ങൾ ഒന്നും അറിയണ്ട. നോക്ക്, പെണ്ണുങ്ങൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. നടക്കും നടക്കും നടക്കും. നോക്ക്, നീ വിചാരിച്ചാൽ ഒരിക്കലും എനിക്ക് ഈ ബൈക്ക് വാങ്ങിച്ചു തരാൻ പറ്റില്ല. പക്ഷെ ഞാൻ വിചാരിച്ചാൽ എനിക്കിത് വാങ്ങാൻ പറ്റും. പക്ഷെ കുറച്ച് സമയം എടുക്കും, ചിലപ്പോ 5-6 വർഷം കഴിയുമ്പോൾ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. ആ സമയത്ത് മിത്ര പറയുന്നുണ്ട്, ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല അല്ലെ? നിങ്ങൾ എന്നെ അങ്ങനെയാണ് കണ്ടിരിക്കണേ അല്ലെ? ഞാൻ എന്ത് കണ്ടു എന്ന് നീ പറയണത്? അല്ല, എനിക്ക് ഈ ബൈക്ക് പോലും വാങ്ങിച്ചു തരാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എന്റെ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, നീ നിന്റെ ഗോൾഡ് എന്തെങ്കിലും വിറ്റിട്ട് വാങ്ങിക്കാൻ എന്തിനാണ് ഉദ്ദേശം? അങ്ങനെയൊന്നുമല്ല, ഞാൻ എന്റെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിച്ചു തരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഓഹോ, അങ്ങനെയാണോ? അപ്പൊ നീ സ്വന്തം പൈസ കൊണ്ട് നീ ഇത് വാങ്ങിച്ചു തരും? എങ്കിൽ ശരി, നീ എന്ന് എനിക്കിത് വാങ്ങിച്ച അപ്പൊ ഞാൻ വിശ്വസിക്കാം എന്ന് പറയാണ്. ആ സമയത്ത് മുത്ര ഇങ്ങനെ പിറുപിറുക്കാട്ടോ. എന്താ എന്താ നീ പിറുപിറുത്തത്? ഒന്നുമില്ല, വേറൊന്നുമല്ല. നിങ്ങൾക്ക് മാത്രമേ എല്ലാം കഴിയുള്ളൂ, ആണുങ്ങൾക്ക് മാത്രമേ എല്ലാം സാധിക്കുള്ളൂ, എല്ലാം സാധിക്കുന്നത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, പെണ്ണുങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കില്ലെന്ന് ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്. അതിലൊന്നും പെട്ടതാ നീ. ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല, നിന്നെ വെറുതെ കുറുമ്പ് കയറ്റാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യം, നീ ഈ ബൈക്കിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ വേണ്ടിട്ടോ. അങ്ങനെ നമ്മുടെ മനുഷ്യരല്ലേ, മനസ്സിൽ പല ആഗ്രഹങ്ങൾ ഉണ്ടാകും, അതൊന്നും സാധിച്ചെന്ന് വരുമൊന്നുമില്ല, അതൊക്കെയാണ് ജീവിതം. പിന്നെ ഞാൻ തമാശ കേട്ടോ എന്ന് പറഞ്ഞത്, മിത്രന്ന് കാര്യത്തിലാക്കണ്ട എന്ന് പറയണം. അപ്പോഴേക്കും നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആര്യ, മിത്രേ, നിങ്ങളെ ബാലച്ചൻ അന്വേഷിക്കുന്നുണ്ട്. അത് എന്താ എടുത്തി? അറിയില്ല, നിങ്ങളടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ആര്യനും അതുപോലെ തന്നെ മിത്രയും കൂടി നമ്മുടെ ദേവിയുടെ തൊട്ടു പിന്നാലെ ബാലന്റെ അടുത്തേക്ക് പോവാട്ടോ. ബാലൻ വിളിപ്പിച്ചത് വേറെ ഒന്നിനുമല്ല, മിത്രയും മീനാക്ഷിയും അതുപോലെ തന്നെ നമ്മുടെ ദേവിയും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ കുടുംബക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവർ കല്യാണം കഴിഞ്ഞിട്ട് കുടുംബക്ഷേത്രത്തിലേക്ക് പോയിട്ടില്ലല്ലോ. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ പറ്റില്ല, കാരണം കടയിലെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ ഇവരെ 3 പേർത്തും പോകാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ബാലൻ വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ കാര്യം പറയുമ്പോഴേക്കും മിത്രക്കും മീനാക്ഷിക്കും ഭയങ്കര സന്തോഷമാവും കേട്ടോ. 3 ദിവസം പോയിട്ട് അടിച്ചു പൊളിക്കാം, അവരുടെ നാടൊക്കെ കണ്ട് ഗ്രാമമൊക്കെ കണ്ടിട്ട് നന്നായിട്ട് അടിച്ചു പൊളിക്കാം എന്ന് വിചാരിക്കാണ്. പക്ഷെ ദേവിയുടെ മനസ്സിൽ വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. എന്താ ദേവി എടുത്തി ഒരു സന്തോഷമില്ലല്ലോ എന്ന് മിത്ര ചോദിക്കുമ്പോ, അത് വേറൊന്നല്ല, ഓഫീസിൽ നിന്ന് ലീവ് കിട്ടുമെന്ന് അറിയില്ല. ഓ, അതെന്തോ ഓഫീസാ? അതൊന്നും പറ്റില്ല, ദേവി എടുത്തി വരണം എന്ന് പറയാണ്. ദേവിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാണ്, കാരണം ദേവി ഹോട്ടലിലാണല്ലോ വർക്ക് ചെയ്യണത്, അവിടെ ഒരു ദിവസം പോലും ലീവ് കൊടുക്കില്ല. പിന്നെ എങ്ങനെയാ 3 ദിവസം ലീവ് എടുക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ദേവിക്ക് ആകെ ഒരു ടെൻഷൻ ആട്ടോ. പ്രത്യേകം ആ ഹോട്ടലിലൂടെ അവ പറഞ്ഞിട്ടുമുണ്ട്, ജോയിൻ ചെയ്തിട്ട് 6 മാസത്തിൽ ഒരു ലീവ് പോലും എടുക്കാൻ പാടില്ലെന്ന്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദേവി ആകെ പെട്ടിരിക്കുകയാണ്. അങ്ങനെ ദേവി ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീടാണെങ്കിൽ
നമ്മുടെ മിത്രക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു നല്ലൊരു സ്വഭാവമുണ്ട്. വേറൊന്നുമല്ല, പൈസ കൂട്ടി വെക്കുന്ന സ്വഭാവം. അപ്പൊ ഒരു വലിയൊരു കുടുക്കയാട്ടോ, വലിയൊരു കുടുക്കാന്ന് വെച്ചാൽ വലിയ കുടുക്ക. അതിലെ മിത്ര ഒരു പ്രായം ആയപ്പോ മുതൽ പൈസ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുവാണ്. വേറൊന്നിനല്ല, മിത്രക്കൊരു നല്ലൊരു സ്കൂട്ടിയും അല്ലെങ്കിൽ നല്ലൊരു എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് മിത്ര പൈസ കൂട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ പിള്ളേരെ ട്യൂഷൻ എടുക്കുന്ന ആ ഒരു പൈസയും എല്ലാം തന്നെ അതിലാണ് ഇടുന്നത്. മിത്ര ഒരു പൈസ പോലും 10 പൈസ പോലും പുറത്ത് കളയാറില്ല, എല്ലാം ഇങ്ങനെ കൂട്ടി വെക്കാട്ടോ. അപ്പൊ ആര്യൻ പറഞ്ഞതല്ലേ ബൈക്ക് മേടിച്ചിടാൻ പറ്റില്ലെന്ന്, ഞാൻ തെളിയിക്കും. ഈ പൈസ ഇത് എന്റെ മാത്രം പൈസയാണ്, ഞാൻ കഷ്ടപ്പെട്ട് കൂട്ടി വെച്ച എന്റെ മാത്രം പൈസ. ചെറുപ്പത്തിൽ വിഷു കഴിഞ്ഞിട്ട് കിട്ടുമ്പോ പോലും ഞാൻ ഈ കുടുക്കിൽ കൊണ്ടുവിടുമായിരുന്നു. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, എന്തൊരു പിശുക്കിയാണ് ഞാനെന്ന്. ഒരു മിഠായി പോലും മേടിക്കാൻ ഞാൻ മടിക്കുമായിരുന്നു, കാരണം ഇത് കൂട്ടി വെക്കണം. അത് തന്നെയായിരുന്നു എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇത് കൂട്ടി വെച്ച് ഈ കുടുക്ക നിറയുമ്പോ അത് പൊട്ടിക്കുമ്പോ ഒരുപാട് പൈസ ഉണ്ടാവും. അപ്പൊ എനിക്ക് എന്താഗ്രഹമാണുള്ളത് ആ ആഗ്രഹം ഞാൻ സാധിക്കും എന്നാണ് മിത്ര വിചാരിച്ചേട്ടോ. അങ്ങനെ ആര്യനൊരു ബൈക്ക് മേടിച്ചു കൊടുക്കുന്നത് മിത്രക്ക് ഭയങ്കര ആഗ്രഹം തോന്നാണ്. അങ്ങനെ മിത്ര കഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്ന ആ കുടുക്ക പൊട്ടിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. തമിഴിൽ അതുവരെ എത്തിയിട്ടില്ല. ജസ്റ്റ് മിത്ര ആ ഒരു ബൈക്ക് മേടിച്ചെടുക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും മിത്രക്ക് വേറെ നിവർത്തിയൊന്നുമില്ല. മിത്രക്ക് ഇതിന് കുടുക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, ഈ കുടുക്ക പൊട്ടിച്ച പൈസ കൊണ്ടും പിന്നെ ഇത്ര നാള് ട്യൂഷൻ എടുത്തിട്ടുണ്ടല്ലോ ആ പൈസ കൊണ്ടായിരിക്കും മിത്ര ബൈക്ക് മേടിച്ചെടുക്കാൻ നമുക്ക് ആലോചിക്കാനേ ഉള്ളൂ. എന്തായാലും ആ ഡ്രീം ബൈക്ക്, ആരുടെ ഡ്രീം ബൈക്ക് മിത്ര വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും. അങ്ങനെ മിത്ര വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദേവിക്കും ചെറിയൊരു കുശുമ്പ് കയറും. കാരണം ഇത്രയും വലിയ പണക്കാരിയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇത്ര നാളത്തെ ആര്യന ഒരു കപ്പലണ്ടി മിഠായി പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ദേ മിത്ര, അതായത് കയ്യും വീശു വന്ന മിത്ര ദേ ആര്യന് ബൈക്ക് മേടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ സഹിക്കും? അതുകൊണ്ട് തന്റെ ആനന്ദേട്ടനും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ആ ഒരു വിചാരമായിരിക്കും ദേവിക്ക്. മിക്കവാറും ദേവി മിത്ര നമ്മുടെ ആര്യന് ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ ദേവി മിക്കവാറും ആനന്ദിന് ഒരു കാറ് മേടിച്ചു കൊടുക്കാനായിട്ടായിരിക്കും ആലോചിക്കുന്നത്. അത് ചിലപ്പോൾ EMI വെറുതെ എടുത്തിട്ടായിരിക്കും കേട്ടോ. എന്താണ് നല്ല അടിപൊളി ഭാഗം തന്നെയായിട്ട് തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ് ശരിക്കും ഓരോരോ എപ്പിസോഡ് ഓരോരോ കഥകളായിട്ട് നമുക്ക് തോന്നുള്ളൂ കേട്ടോ. ആ രീതിയിലാണ് ആ സ്റ്റോറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിന്യൂ ആയിട്ട് പറയാത്തതിന് കാരണം വെച്ചാൽ പല പല ഭാഗങ്ങളും പല പല രസകരമായിട്ടുള്ള ഭാഗമുള്ളൂ. അപ്പൊ ആ രസകരമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ മീനാക്ഷിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം മീനാക്ഷി അതുപോലെ തന്നെ നമ്മുടെ മിത്രയുടെ വീട്ടുകാർ തമ്മിൽ വീണ്ടും വഴക്കും കാര്യങ്ങളൊക്കെ ആവും. അവർക്കൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ആ ഒരു സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പറ്റില്ലെന്ന് മിത്ര പറയാണ്. മിത്ര അതിന് സാങ്ഷൻ ഒന്നും കൊടുക്കില്ല. അതിന്റെ ദേഷ്യത്തിലും വൈരാഗ്യത്തിലും മീനാക്ഷിനെ അവർ വല്ലാത്ത ശത്രുവായിട്ടൊക്കെ കാണും കേട്ടോ. അങ്ങനത്തെ ഒരു നല്ല അടിപൊളി ഭാഗങ്ങളും ഇനി വരാൻ കിടക്കുന്നുണ്ട്. എന്തായാലും തമിഴിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുവിന്റെയും അലോകിന്റെയും ലവ് സ്റ്റോറിയും അതുപോലെ തന്നെ നമ്മുടെ ദേവിയുടെ ആ ഒരു ഹോട്ടലിലാണ് ജോലി ചെയ്യണത് എന്നുള്ള സത്യം അറിഞ്ഞിട്ടുള്ള ഭാഗങ്ങളും ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.